ഒരു രാജ്യമെന്ന നിലയിൽ നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഭൂപ്രദേശമെന്ന നിലയിൽ ആളുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനോ അവരുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്ന സാഹചര്യം പോലും അവിടെ നിലനിൽക്കുന്നില്ല എന്നാണ്. അവിടെ ഇല്ല. 560 ചെക്ക് പോയിന്റ്സ് വെസ്റ്റ് ബാങ്കിൽ മാത്രമുണ്ട്. ഒരു ചെറിയൊരു ഏരിയയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അതിനെ ഏരിയ എ, ബി, സി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇതിൽ ഏരിയ സി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു റഫ്ലി 60% ഓഫ് ദ വെസ്റ്റ് ബാങ്ക് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ ഇസ്രായേലി കൺട്രോൾ. ഏരിയ എയിൽ മാത്രമാണ് പാലസ്തീനിയൻ അതോറിറ്റിക്ക് ലിമിറ്റഡ് അതോറിറ്റി ഉള്ളത്. അതിനുള്ളിൽ തന്നെ ഇത്രയധികം ചെക്ക് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പാലസ്തീനിയൻ പൗരനാണെന്ന് വിചാരിക്കുക. വെസ്റ്റ് ബാങ്കിനുള്ളിൽ ഗാസയിലെ കാര്യം വേറെ നമുക്ക് ചർച്ച ചെയ്യാം. വെസ്റ്റ് ബാങ്കിനുള്ളിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ് ഇപ്പോൾ അപ്പുറത്തെ ടൗണിലാണെന്ന് വിചാരിക്കുക. ഇഫ് യു വാണ്ട് ടു മീറ്റ് യുവർ റിലേറ്റീവ് യു വിൽ ഹാവ് ടു ഗോ ത്രൂ ദി ഇസ്രായേലി ചെക്ക് പോയിന്റ്സ്. ഈ ഇസ്രായേലി ചെക്ക് പോയിന്റ്സിൽ ഇസ്രായേലി പട്ടാളക്കാർ അവരുടെ ഉസിയും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗണ്ണൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അത് അങ്ങനെയാണ് അവർ നമ്മളെയും ഇൻസ്പെക്ട് ചെയ്യുന്നത്. അതിലൂടെ കടന്നു പോകാതെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനി ഈ വെസ്റ്റ് ബാങ്കിനുള്ളിൽ തന്നെയുള്ള ഇസ്രായേലി ചെക്ക് പോയിന്റ്സ്, ഇസ്രായേലി സെറ്റിൽമെന്റ്സ് ഉണ്ട്. അവിടെ പാലസ്തീനിയൻസിന് സഞ്ചരിക്കാൻ പറ്റില്ല. സെറ്റിൽമെന്റ്സ് പോട്ടെ, സെറ്റിൽമെന്റിലേക്കുള്ള ഇസ്രായേലി അഡ്മിനിസ്ട്രേഷൻ പണിതിട്ടുള്ള റോഡുകളിൽ പോലും നിങ്ങൾക്ക് എൻട്രി ഇല്ല. വെസ്റ്റ് ബാങ്കിനുള്ളിൽ, പാലസ്തീനിയൻ ടെറിട്ടറിക്കുള്ളിൽ. അതിനെ നമ്മൾ അപ്പാർത്തൈഡ് റോഡ് എന്നാണ് പലരും വിളിക്കുന്നത് അതിന്. അതാണ് അവസ്ഥ.